ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മണ്ടർബേർഡ് യൂട്യൂബ് സ്റ്റുഡിയോ. നമ്മളിന്ന് XDയിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതേപോലെ തന്നെ ഏറ്റവും ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറിനെ കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അതിൻ്റെ പേരാണ് കമ്പോണൻറ്റ് എന്ന് പറയുന്നത് പവർ പോയിൻ്റ്. നമ്മുടെ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റിലൊക്കെ നമ്മളൊരു പവർ പോയിന്റ് ചെയ്യുന്നവർക്കറിയാം, പവർ പോയിന്റിൽ നമ്മളൊരു മാസ്റ്റർ ഷീറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മാസ്റ്റർ ഷീറ്റിൻ്റെ എത്ര അഡീഷണൽ ആയിട്ട് കോപ്പീസ് നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ മാസ്റ്റർ ഷീറ്റിൽ നമ്മൾ എന്ത് മാറ്റങ്ങൾ വരുത്തിയാലും മറ്റുള്ള എല്ലാ ഷീറ്റിലേക്കും ആ ഒരു ചേഞ്ചസ് എഫക്റ്റ് ആവും. ഇവിടെ നമുക്ക് XDയിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പം മെനൂസൊക്കെ ഉണ്ടാക്കാനെങ്കിലും ബട്ടൺസ് ആണെന്നുണ്ടെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്കറിയാം ഒട്ടനവധി, അതായത് 20-30 ബട്ടൺസൊക്കെ നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. ആ സമയത്ത് നമ്മൾ കണ്ടൻറ്റൊക്കെ ബട്ടൻ്റെ കണ്ടൻറ്റ് നമ്മൾ ചേഞ്ച് ചെയ്ത് അതിൻ്റെ സ്റ്റൈൽസ് നമുക്ക് ഒരിക്കലും മാറണ്ട. അതായത് നമ്മളിപ്പം ഡെവലപ്മെൻറ്റിൽ CSSൽ ഒരു CSS അപ്ലൈ ചെയ്യുമ്പം ആ CSS ഉള്ള എല്ലാത്തിലേക്കും, അതായത് ആ CSS ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ ക്ലാസ്സിലേക്കും ഇത് അറ്റൻഡ് ആവും. ഈ ഒരു സംഭവം എഫക്റ്റ് ആവും. അതാണ് ഈ കമ്പോണൻസ് എന്ന് പറയുന്നത്. ഇവിടെ എങ്ങനെയാണ് അത് ചെയ്യുന്നത് നോക്കാം. ഞാൻ ഫസ്റ്റ് ഇതൊരു പേജ് ക്രിയേറ്റ് വെച്ചിട്ടുണ്ട്. ഇതൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ആണെന്ന് വിചാരിക്കാം. ഈ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ ഫസ്റ്റ് ലോഗിൻ ചെയ്തിട്ടുള്ള ഹോം സ്ക്രീനാണ്. ഈ ഹോം സ്ക്രീനിൽ ഞാൻ കുറച്ച് ടൈൽസ് ആഡ് ചെയ്യാൻ പോവാണ്. ഞാനിവിടെ ലേഔട്ട് എന്ന് പറയുന്നത് ഇത് ക്ലിക്ക് ചെയ്ത് ഇട്ടു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു നമുക്കിവിടെ വേണ്ട വെച്ചിട്ട് പെർഫെക്റ്റ് ആയിട്ട് അലൈൻമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗ്രിഡ് സിസ്റ്റം ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഓണാക്കി ഇടാം. അതേപോലെ വേറെ ഓപ്ഷൻ ഉണ്ട്, സ്ക്വയർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇതും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് കണ്ടില്ലേ, ഇതിനകത്ത് നമുക്ക് ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ അലൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ കറക്റ്റ് എത്ര കോളങ്ങളോ അങ്ങനെ പെർഫെക്റ്റ് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഞാൻ എടുക്കുന്നത് ലേഔട്ടാണ്. ലേഔട്ടിൽ ഞാനൊരു ജസ്റ്റ് ഒരു ടൈൽ ഉണ്ടാക്കി. ഓക്കെ, ഈ ടൈൽ ഉണ്ടാക്കിയതിന് ശേഷം ഞാനിതിൻ്റെ ജസ്റ്റ് ഇതിൻ്റെ കോർണർ റേഡിയസൊക്കെ നമുക്ക് വേണമെങ്കിൽ പിന്നെ ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഉണ്ടാക്കി അതിനുശേഷം ഞാൻ എന്തെങ്കിലും ഒരു കണ്ടന്റ് ടൈപ്പ് ചെയ്തു. ഓക്കെ, എംപത്തൈസ് ടൈപ്പ് ചെയ്തു. നമുക്ക് ഇതിൻ്റെ സൈസ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഞാനൊരു ജസ്റ്റ് ഒരു സബ് കണ്ടന്റ് കൂടെ സബ് ഹെഡിങ് കൂടെ കൊടുത്തു. ലോറം ഡമ്മി കണ്ടന്റ് ഞാൻ കൊടുത്തു. ഇതിൻ്റെ സൈസ് ഞാൻ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തു. ഇത് ഞാനൊരു റെഗുലറാക്കി ഒരു 14. ഓക്കെ, ഇതിന് ഞാൻ നോക്കിയോളൂ. ഇതിന് ഞാൻ ജസ്റ്റ് ഇതിനകത്ത് എന്തൊക്കെ ഡിസൈൻസ് എന്തൊക്കെ വരുത്തണോ, ഇപ്പം ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഓഫാക്കിയിട്ട് ഇതിൻ്റെ ഒരു കോർണർ റേഡിയസ് ഞാനത് അഡ്ജസ്റ്റ് ചെയ്തു. അതേപോലെ തന്നെ ഇതിൻ്റെ ഔട്ട്ലൈൻ കളഞ്ഞ് ഇതിന് ജസ്റ്റ് ഒരു ഷാഡോ കൊടുത്തു. ആവശ്യമുണ്ടെങ്കിൽ ഷാഡോ കൊടുക്കാം. ഷാഡോ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇത് ഞാനൊരു 1 കൊടുത്തു, ഇതൊരു 12 കൊടുത്തു. എന്നിട്ട് നമുക്കിതിൻ്റെ ഒപ്പാസിറ്റി ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടില്ലേ, ജസ്റ്റ് ഒരു ഷാഡോ കൊടുത്തു. ഓക്കെ, ഇനി ഇത് നമ്മൾ ഇത്രയും വർക്കുകൾ ചെയ്തു. ഇതിനകത്ത് കൂടുതൽ വർക്കുകൾ ചെയ്യാം. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ ആവശ്യമുള്ള ഇപ്പം ഇത് ഗ്രേഡിയൻ്റൊക്കെ വരുത്തണമെങ്കിൽ ഗ്രേഡിയൻ്റ് വരുത്താം. അപ്പോൾ എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നമുക്കിങ്ങനെ സെലക്ട് ചെയ്തൊരു ഗ്രേഡിയൻ്റൊക്കെ വരുത്താം. 2 ഡബിൾ കളർ ഗ്രേഡിയൻ്റ്. ഞാനിപ്പം സോളിഡ് കളറാണ് ഇടുന്നത്. സോളിഡ് കളറിൽ വൈറ്റാണ് ഞാൻ ഇടുന്നത്. എന്ത് മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാലും ഡിസൈൻസ് ചെയ്തതിന് ശേഷം ഫൈനലായെന്ന് തോന്നി കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ എല്ലാത്തിനും സെലക്ട് ചെയ്തിട്ട് ഇതിനെ മേക്ക് കമ്പോണൻ്റ് എന്ന് കൊടുക്കുക. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മൊത്തം സെലക്ട് ചെയ്യുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മേക്ക് കമ്പോണൻറ്റ്. ഓക്കെ, മെയിൻ കമ്പോണൻറ്റ് നമ്മളിപ്പോൾ കൊടുത്തപ്പോൾ ഇവിടെ കമ്പോണൻറ്റ് 14 എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആഡ് ചെയ്യും. കമ്പോണൻറ്റ് 14 അല്ല, കമ്പോണൻറ്റ് കൊണ്ടാണ് വരുന്നത്. ചിലപ്പോൾ ഒരു നമ്പർ ഉണ്ടാകും. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് റീനെയിം ചെയ്യാം. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഇതിന് ഞാൻ മാസ്റ്റർ എന്ന് ആഡ് ചെയ്തു. ഓക്കെ, ഇതാണ് മാസ്റ്റർ. നമ്മുടെ വിജയ് സിനിമയിലെ മാസ്റ്റർ അല്ല, ഇതാണ് മാസ്റ്റർ, ഒറിജിനൽ മാസ്റ്റർ. ഓക്കെ, നമുക്ക് ഈ മാസ്റ്റർ ഞാൻ ജസ്റ്റ് ഇതിനെ ഔട്ടിൽ പുറത്തേക്ക് എടുത്തിട്ടു. എന്നിട്ട് ഇതിനെ വീണ്ടും ആ ഒരു ലേഔട്ടിൻ്റെ അലൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഞാനത് ഓണാക്കിയിട്ടു. ജസ്റ്റ് ഇതിനെ കോപ്പി ചെയ്യാന്ന് വെച്ചാൽ ഓൾട്ട് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇതിൻ്റെ മേലെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കോപ്പി കിട്ടും. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തേക്ക് ഒരെണ്ണം വേണം. ഓൾട്ട് പ്രസ് ചെയ്തിട്ട് കോപ്പി ചെയ്യാം. ഇനി ഇതിനകത്ത് കോപ്പി ചെയ്യാം കേട്ടോ. താഴേക്ക് കോപ്പി ചെയ്തു നമുക്ക് അലൈൻമെൻറ്റൊക്കെ കറക്റ്റ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ റൈറ്റ് സൈഡിൽ വരുന്നത്. ഞാനിപ്പം പെട്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കാണിച്ചത്. ഓക്കെ,
ഇതിനകത്ത് ഞാനിത് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തു. അപ്പോൾ നമുക്ക് കാണാം ഇവിടെ 8 ടൈൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇതിനകത്ത് എന്തെങ്കിലും മാറ്റം വരുത്തി ഇവിടെ എഫക്റ്റ് ആകുന്നുണ്ടോ നോക്കാം. ഞാനിപ്പം എംപതൈസിൽ പോയി ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തു കളർ. അല്ലെങ്കിൽ വേണ്ട, ഇതിന് എനിക്ക് കളർ പിക്കർ, ഇവിടെ നമുക്ക് കളർ പിക്കർ ഉണ്ട്. ഈ കളർ പിക്കർ ഉപയോഗിച്ചിട്ട് ഞാനിവിടെ പോയിട്ട് ജസ്റ്റ് ചേഞ്ച് ചെയ്തു. ഇനി ഇതിന് നമുക്ക് കുറച്ചും കൂടി ഒരു കളർ കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, ഇനി നോക്കിക്കോളൂ. ഞാൻ ഇതിനകത്ത് എന്ത് മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാലും എല്ലാ കമ്പോണൻസിനും എഫക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാം. ഇനി ഇത് മാത്രമല്ല, നമുക്ക് ഇതിൻ്റെ ഒരു ജസ്റ്റ് ഒരു കോപ്പി എടുക്കുകയാണ്. ഞാൻ ഒരു കോപ്പി എടുത്തുകൂടെ. ഈ കോപ്പി എടുത്തു കഴിഞ്ഞാലും, ഇപ്പോൾ എത്ര ഷീറ്റുകൾ കോപ്പി എടുത്തു കഴിഞ്ഞാലും ആ മെയിൻ കമ്പോണൻറ്റ് ഇവിടെ ഉണ്ട് അല്ലേ. ഈ മെയിൻ കമ്പോണൻറ്റ് നമ്മൾ എന്ത് മാറ്റം വരുത്തിയാലും എല്ലാത്തിനും ഒരുപോലെ എഫക്റ്റ് ആവും. ഇതാണ് കമ്പോണൻസ് എന്ന് പറയുന്നത്. എന്ത് വേണമെങ്കിലും ഇതിനകത്ത് നിങ്ങൾക്ക് വർക്ക് ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് ഞാനൊരു ലോഗോ ആഡ് ചെയ്താൽ എല്ലാത്തിനും ആ ലോഗോ വരും. പക്ഷെ നമ്മളെപ്പോഴും ഇതിൻ്റെ കണ്ടൻറ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ ലോഗോസ് ആഡ് ചെയ്യാറുള്ളത് അല്ലേ. ഇതിൻ്റെ കണ്ടൻസ് അനുസരിച്ചാണ് ലോഗോ ആഡ് ചെയ്യാറുള്ളത്. അതായത് ഇപ്പം ഞാൻ പറയുകയാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ എംപതൈസ്, ഡിസൈൻ, എന്ത് വേണമെങ്കിലും ഒരു കണ്ടന്റ് വേണം. ഇവിടെ നമുക്ക് ഇതിൻ്റെ ടെക്സ്റ്റുകളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം. ടെക്സ്റ്റ് ചേഞ്ച് ചെയ്താൽ ഒരു മാറ്റങ്ങളും വരില്ല കേട്ടോ, എഫക്റ്റ് ആവില്ല. ഇവിടെ എന്ത് ചേഞ്ച് ചെയ്താലും, മാസ്റ്റർ കമ്പോണൻറ്റ് എന്ത് ചേഞ്ച് ചെയ്താലും ഇതിലെല്ലാത്തിലും എഫക്റ്റ് ആവും. ഇതിലെന്ത് ചേഞ്ച് ചെയ്താലും ഇത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് എഫക്റ്റ് ആവുന്നത്. ഞാനിപ്പോൾ ഇതിൻ്റെ സൈസ് ഒന്ന് മാറ്റി. ഇനി നമുക്ക് പോയിട്ട് മാസ്റ്റർ കമ്പോണൻറ്റ് പോയിട്ട് ഇതിൻ്റെ സൈസ് എന്ത് മാറ്റി കഴിഞ്ഞാലും അത് ഈ ഒരു ഇതിലോട്ട് എഫക്റ്റ് ആവില്ല. അത് ഒരിക്കൽ നിങ്ങൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എഫക്റ്റ് ആവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത് മെയിനായിട്ട് നമുക്ക് CSS പോലെ അല്ലെങ്കിൽ നമ്മുടെ ഡിസൈൻ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മാസ്റ്റർ കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യുക. ആ മാസ്റ്റർ കമ്പോണൻറ്റിൽ എല്ലാ സ്റ്റൈൽസും നിങ്ങൾ ആഡ് ചെയ്തതിന് ശേഷം ഇതിനെപ്പോലെയുള്ള ഒരുപാട് ടൈൽസ് നമുക്ക് വേണം, അല്ലെങ്കിൽ ബട്ടൺസ് വേണം, അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും വേണം. അതിന് വേണ്ട അതെല്ലാം കോപ്പി ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾ ഇതിൻ്റെ സ്റ്റൈൽ മാത്രമേ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ ഉള്ളിലുള്ള കണ്ടൻറ്റ് നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് തന്നെ ചേഞ്ച് ചെയ്യുക. ഇതിപ്പോൾ ഇതിൻ്റെ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഇതേപോലെ തന്നെ ചേഞ്ച് ചെയ്തിട്ട്. ഓക്കെ, ഇങ്ങനെ ഒരു കാർഡ്സ് ചേഞ്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾ ഓരോന്നിനും പോയിട്ട് നിങ്ങൾക്ക് ഐക്കൺസോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്തിടാം. മനസ്സിലായില്ലേ? ഇതാണ് കമ്പോണൻറ്റ് എന്ന് പറയുന്നത്. ഇത് ഒരുപാട് ഇതിനകത്ത് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഇത് നോക്കിയോളൂ, ഞാനിപ്പം ഇതിൻ്റെ കോർണർ റേഡിയസ് ഒക്കെ മാറ്റി കഴിഞ്ഞാൽ ഇത് ഇവിടെ മാറുന്നതായിട്ട് കാണാം. ഇനി ആ ടൈലിൻ്റെ കളർ നമുക്ക് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. ഉണ്ടല്ലേ, നമുക്ക് ഗ്രേഡിയൻ്റ് കൊടുക്കാം. ലീനിയർ ഗ്രേഡിയൻ്റ് കൊടുത്ത് ഞാനിപ്പം 2 ഡുവൽ ടോണിലേക്ക് വേണം. ഉണ്ടല്ലേ, ഇതിൻ്റെ ആംഗിളൊക്കെ മാറ്റി നമുക്ക് ഒരു സ്റ്റൈലിലൊക്കെ ആക്കി ഇട്ട് കഴിഞ്ഞാലും. അതുപോലെ ഇതിൻ്റെ സൈസ്, ഫോൺ സൈസ് ഒന്ന് മാറ്റണം, ഫോണിൻ്റെ കളർ ഒന്ന് മാറ്റണം. അല്ലേ, എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് ഈ ഒരു മാസ്റ്റർ കമ്പോണൻറ്റ് വെച്ച് വർക്ക് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും എൻ്റെ ഈ ഒരു കമ്പോണൻസിൻ്റെ ഈ ഒരു പർട്ടിക്കുലർ സെക്ഷൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ഏറ്റവും പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും, അപ്ഡേറ്റ് കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും അതിനുള്ള റിപ്ലൈ ചെയ്യാൻ തരുന്നതായിരിക്കും. ഓക്കെ, ഇനി അടുത്ത പ്രാവശ്യം ഇതിലും നല്ലൊരു ചാപ്റ്ററായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ദെൻ ബൈ ബൈ.